ഭാഗം 2. വളരെ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ ജയിലിൻ്റെ രീതികളുമായി പൊരുത്തപ്പെട്ടു. ഉച്ചഭക്ഷണം കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. അതിൻ്റെ ഒരു തിക്കും തിരക്കുമാണ് ഞങ്ങൾ അന്നേരം കണ്ടത്. കഴിച്ചു തീർന്ന പാത്രം പെറുക്കാൻ ജയിൽ ജീവനക്കാർ തിക്കും തിരക്കും പിടിച്ച് നടക്കുന്നു. ലൂഹൂർ നമസ്കാരം കഴിഞ്ഞാലുടനെയാണ് ജയിലിൽ ഭക്ഷണം. ഞങ്ങൾ ചെല്ലാൻ അല്പം വൈകിയതുകൊണ്ട് അന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് നഷ്ടമായി. എൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു നേരം നഷ്ടപ്പെട്ടു പോയ ആഹാരത്തെപ്പറ്റി വേവലാതിപ്പെടുന്നതിൽ ഒരു വലിയ ഹാസ്യത്തിന് തന്നെ വകയുണ്ട്. ജയിൽ പതിയെ ചിലച്ചൊടുങ്ങി. ആഹാരം കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ പലരും മയക്കത്തിലേക്ക് തിരിഞ്ഞു. കട്ടിലും കിടക്കയും പായയും ഒന്നും ബ്ലോക്കിനുള്ളിലില്ല. വെറും നിലത്ത് ഇഷ്ടമുള്ള മൂല നമുക്ക് സ്വന്തമാക്കാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പുഴുങ്ങുന്ന ചൂടുണ്ട്. ഭിത്തിയിൽ ഏറെ മുകളിലായി 3-4 AC ഇരുന്ന് മൂളുന്നുണ്ടെങ്കിലും അവ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ്. ഞങ്ങളുടെ ബ്ലോക്കിൽ മാത്രം കുറഞ്ഞത് 10-250 പേർ കാണും. തലങ്ങനെയും വിലങ്ങനെയും കിടന്നു മയങ്ങുന്ന അവരെ കണ്ടാൽ ഏതോ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരുടെ ശവങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന പോലെ തോന്നും. അതിനിടയിൽ കുറച്ചുപേർ മാത്രം അവിടവിടെ ഉറങ്ങാതെ വട്ടം കൂടിയിരുന്നു വർത്തമാനം പറയുന്നുണ്ട്. പുതിയ 2 പേരെ കണ്ട് മലയാളികളെന്ന് തോന്നിയ ഒരു സംഘത്തിലെ ഒരാൾ, പേടിയൊന്നും വേണ്ട, മിക്ക പേരും മലയാളികൾ തന്നെ, ഇഷ്ടമുള്ള കൂട്ടത്തിൽ കൂടിക്കോളൂ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് സ്വന്തം വർത്തമാനത്തിലേക്ക് തിരിച്ചുപോയി. ഞങ്ങൾ ഒരു സംഘത്തിലും ചേരാതെ സ്വന്തമായി ഒരു മൂല കണ്ടെത്തി അവിടെ ഒതുങ്ങി. തലേ രാത്രി തീരെ ഉറങ്ങാൻ കഴിയാതിരുന്നതുകൊണ്ടും നീണ്ട യാത്ര കഴിഞ്ഞു വന്നതുകൊണ്ടും ആവാം ഞങ്ങൾ ഇരുന്ന് തൂങ്ങിയാടാൻ തുടങ്ങി. ഒന്ന് കണ്ണടച്ചില്ല. അപ്പോഴേക്കും അസ്തർ നമസ്കാരത്തിനുള്ള ബാങ്ക് മുഴങ്ങി. ആരൊക്കെയോ അവിടവിടെ ചാടി എഴുന്നേറ്റു. അവർക്കൊപ്പം ഞങ്ങളും കൂടി. ബ്ലോക്കിനുള്ളിൽ തന്നെ ഒരു മൂലയ്ക്കായി പ്രാർത്ഥിക്കാൻ ഇടം വേർതിരിച്ചിരുന്നു. വന്നുകൂടിയ മറ്റുള്ളവർക്കൊപ്പം ഞങ്ങൾ കരുണാമയനായ അള്ളാഹുവിനെ നമസ്കരിക്കുവാനായി കബാബയ്ക്ക് നേരെ മുഖം തിരിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാൻ നിർ റഹീം. ആ പ്രാർത്ഥനാ നേരത്ത് കഴിഞ്ഞ ദിനങ്ങളിലെ എൻ്റെ സങ്കടങ്ങൾ അത്രയും ഒരു നദി പോലെ എന്നെ കവിഞ്ഞൊഴുകുന്നത് ഞാൻ അറിഞ്ഞു. അപ്പോഴെല്ലാം എന്നെ കാത്തുപരിപാലിച്ച കരുണാമയനായ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ കരഞ്ഞു. വേദനയുടെ നീണ്ട മണൽപ്പാടങ്ങൾ താങ്ങിപ്പോരാൻ എന്നെ അനുവദിച്ചതിനും സഹായിച്ചതിനുമുള്ള സന്തോഷക്കണ്ണ്. സങ്കടങ്ങളും സന്തോഷങ്ങളും അള്ളാഹുവിൽ സമർപ്പിച്ച് സലാം വീട്ടി എഴുന്നേറ്റപ്പോഴേക്കും ബെൽ മുഴങ്ങി. മയക്കത്തിലായിരുന്നവർ ഉണർന്നെഴുന്നേറ്റ് ബ്ലോക്കിൻ്റെ മറ്റൊരു മൂലയിൽ നീണ്ട ക്യൂബിൽ ഇടം പിടിക്കുന്ന തിരക്കിലേക്ക് ചേർന്നു. എന്തിനെന്നറിയാതെ ഞങ്ങളും പോയി ക്യൂ നിന്നു. ക്യൂ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു നീളൻ ചായപാത്രം എൻ്റെ കണ്ണിൽ തടഞ്ഞു. മുന്നിലിരിക്കുന്ന ടേബിളിൽ നിന്നും ഒരു കപ്പെടുത്ത് ആവശ്യത്തിന് ചായ നിറച്ച് അടുത്ത മേശപ്പുറത്ത് നിന്നും 2-3 ബിസ്ക്കറ്റ് വാങ്ങി എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് സ്വസ്ഥമായി കഴിക്കാം. കുടിച്ചു തീർന്ന കപ്പ് കഴുകി വൃത്തിയാക്കി തിരിച്ച് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കണം. ഒരു ജയിലിൻ്റെ പ്രതീതി അനുഭവപ്പെടുന്നതേയില്ല. ഏതോ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിപ്പെട്ടതുപോലെ അത്രമാത്രം. ബ്ലോക്കിനുള്ളിൽ സ്വതന്ത്രമായി നടക്കാം, സ്വതന്ത്രമായി വർത്തമാനം പറയാം. അതായിരുന്നു കഴിഞ്ഞ 3-4 വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ കൊതി. ആരോടെങ്കിലും ഒന്ന് മിണ്ടുക. അതുകൊണ്ട് തന്നെ ഞാൻ വാതോരാതെ ഹമീദിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഹമീദിന് എന്തെങ്കിലും പറയാൻ ഞാൻ അവസരം കൊടുത്തതേയില്ല. ഞാൻ ആർത്തിയോടെ വർത്തമാനം പറഞ്ഞു. എൻ്റെ നാവ് ഒരു നിമിഷവും നിശ്ചലമായില്ല. കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് എന്നെ നന്നായി മനസ്സിലാക്കിയ ഹമീദ് അതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. ഒരുപക്ഷെ ഈ ദിവസങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഞാൻ ആ കഥകളൊക്കെ ഹമീദിനോട് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിരിക്കണം. പക്ഷേ എനിക്കെന്നിട്ടും മതിയായിരുന്നില്ല. വൈകുന്നേരത്തോടെ തൊട്ടപ്പുറത്തെ ഇന്ത്യൻ ബ്ലോക്കിൽ നിന്നും ഒരാൾ എന്നെ കാണാൻ വന്നു. എനിക്കിപ്പോൾ അയാളുടെ പേര് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. എന്നെ കണ്ടതും അയാൾ എൻ്റെ കൈ കവർന്നു പിടിച്ചു. പിന്നെ അള്ളാഹു എത്ര കരുണാമയനാണ് എന്ന് ആത്മകഥം പോലെ പറഞ്ഞു. പിന്നെ കുഞ്ഞിക്കാക്കയുടെ കടയിൽ വന്ന് കയറിയ ആള് തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അതേ എന്ന് തലയാട്ടി. എനിക്കറിയാം. നിങ്ങളുടെ കഥ കേട്ട് ഞാൻ ഒരു ദിവസം നിങ്ങളെ കാണാൻ മുറിയിൽ വന്നിരുന്നു. നിങ്ങൾ നല്ല ഉറക്കമായിരുന്നു. ഞാൻ വിളിച്ചില്ല. പിന്നെയും അയാൾ എൻ്റെ കൈ കവർന്നു പിടിച്ചു. അള്ളാഹു കരുണാമയനാണ് എന്ന് വീണ്ടും പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. സ്പോൺസറുമായിട്ട് ഒരു ഉന്തും തള്ളും. അയാൾ എന്നെ പിടിച്ച് അകത്തിട്ടു. സാരമില്ല, കുഞ്ഞിക്ക വന്ന് ഇറക്കിക്കൊള്ളും, അയാൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടെ പിന്നെയും അയാൾ എൻ്റെ കൈ കവർന്നെടുത്ത് അള്ളാഹുവിന് 100 സ്തുതികൾ പറഞ്ഞു. അപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എന്തിനെന്നറിയില്ല. അപരിചിതനായ അയാളും എനിക്കൊപ്പം കരഞ്ഞു.
പിന്നെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സ്വന്തം ബ്ലോക്കിലേക്ക് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അവരുടെ ബ്ലോക്കിൽ നിന്നും മറ്റു പലരും എന്നെ കാണാൻ വന്നു. അവരാരും എന്നോടൊന്നും ചോദിച്ചില്ല. അയാളിൽ നിന്ന് എൻ്റെ കഥയത്രയും കേട്ടറിഞ്ഞ് വന്നവരായിരുന്നു അവർ. എന്നെ വെറുതെ ഒന്ന് കാണുക മാത്രം മതിയായിരുന്നു അവർക്ക്. അത്ഭുതത്തോടെ അവരെന്നെ നോക്കി നിന്നു. ചിലർ മാത്രം അയാൾ ചെയ്തതുപോലെ എൻ്റെ കൈ കവർന്ന് സമാശ്വാസം അറിയിച്ചു. അങ്ങനെ വന്നവരിൽ നിന്നും പതിയെ പതിയെ എൻ്റെ ബ്ലോക്കിലുള്ളവരും എൻ്റെ കഥയറിഞ്ഞു. വർത്തമാനങ്ങളെല്ലാം അവസാനിപ്പിച്ച് മലയാളികളിൽ മിക്ക പേരും എനിക്ക് ചുറ്റും കൂടി. ചിലർ ഒരു അത്ഭുത ജീവിയെ എന്ന പോലെയാണ് എന്നെ നോക്കിയത്. ചിലർ അതിശയത്തോടെ, ചിലർ ആരാധനയോടെ, ചിലർ സഹതാപത്തോടെ, ചിലർ മാത്രം സംശയത്തോടും. ഏതായാലും വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ജയിലിനുള്ളിലെ മലയാളികൾക്കിടയിൽ ഞാനൊരു സംസാര വിഷയമായി കഴിഞ്ഞിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. പിന്നീടുള്ള ദിവസങ്ങളിൽ പലരും എന്നെ കാണാൻ വരികയും ദീർഘമായി എന്നെക്കൊണ്ട് സംസാരിപ്പാൻ ശ്രമിക്കുകയും ചെയ്തു. ആരെയും ഞാൻ പിണക്കിയില്ല. എൻ്റെ ഒടുങ്ങാത്ത സംസാരശക്തി ഞാൻ അവരുടെ മേൽ തീർത്തു. 1000 വട്ടം ഞാൻ എൻ്റെ കഥയുടെ ഓരോ നിമിഷങ്ങളിലൂടെയും ഹൃദയം കൊണ്ട് നടന്നുപോയി. അപ്പോഴൊക്കെ എൻ്റെ മനസ്സും പാദങ്ങളും ചുട്ട മണൽത്തരികളിൽ ചവിട്ടിയെന്ന പോലെ ചുട്ടുപൊള്ളി. അന്ന് വൈകുന്നേരം മിക്ഡീപിന് ശേഷം അത്താഴത്തിനിരിക്കുമ്പോൾ ബ്ലോക്കിലെ മുഴുവൻ മലയാളികളും എനിക്കൊപ്പമുണ്ടായിരുന്നു. അവരുടെ സ്നേഹത്തിന് പകരം കൊടുക്കാൻ എനിക്ക് കുറച്ച് കണ്ണുനീരല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു.